സഹൃദയരെ, വളരെ വ്യസന സമേതമാണ് ഞാൻ ഈ വ്ളോഗിന് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ എവിടേക്കാ പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ ഓട്ടം കണ്ട എല്ലാവരും ഞെട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. കാരണം 4 ദിവസം മുമ്പ് വയനാട് അല്ലേ നിമിഷ? 4 ദിവസം മുമ്പ് നമ്മൾ വയനാട് പോയി. അതിൻ്റെ തലേന്ന് നമ്മളവിടെ പോയി കുന്നമംഗലത്ത് നമ്മളൊരു ഉദ്ഘാടനത്തിന് പോയി. അതിൻ്റെ പിറ്റേന്ന് ഇന്നലെ നമ്മളവിടെ പോയി തൃശ്ശൂർ 3 പീടികയിൽ ഉദ്ഘാടനത്തിന് പോയി. ഇന്ന് നമ്മൾ കണ്ണൂർ മട്ടന്നൂർ ഉദ്ഘാടനത്തിന് പോയി. 4 വർക്ക് കഴിഞ്ഞിട്ടാണ് 4 ജില്ലയിൽ 4 സ്ഥലത്തല്ലേ? കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ 4 ജില്ലയിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ സഞ്ചരിച്ചത്. 4 ജില്ലകളിലൂടെ. അപ്പോൾ ഈ യാത്രകളിൽ നിന്നും ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ, ഇങ്ങനെ പുടുത്തം മുട്ടി യാത്ര ചെയ്താൽ ഒതുങ്ങി അവിടെ പൊളിഞ്ഞു പോകും തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്തെങ്കിലും ഒരസുഖം ഞാൻ പ്രതീക്ഷയുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ എല്ലാ കൊല്ലം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചോനെ ഏകലുണ്ട്, അത് ഞാൻ ഏറ്റുവാങ്ങലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് ഇപ്രാവശ്യം. കഴിഞ്ഞാലും എനിക്ക് ഇയർ എൻഡിലാണ് കിട്ടിയത്. ഇപ്രാവശ്യം കുറച്ച് വളരെ നേരത്തെ എത്തി. 2 ദിവസം മുന്നേ പെരടിമേ കുതിര വിട്ടിട്ട് പെരടി ആകെ സീനായി. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഫുൾ ഇവിടെയൊക്കെ ചുമന്നടക്കണതാണ്. എനിക്ക് ഇവിടെ ഇൻഫെക്ഷൻ വന്നു. ഇവിടെ അല്ലേ ഫുള്ള് ഇതാ വേറെ കളറാവില്ലേ? അതായത് ഫുൾ ഈ സൈഡും ഇവിടെയും പുറം ബാക്കൊക്കെ ഫുള്ള് ഇൻഫെക്ഷൻ വന്നിട്ട് ചുമന്ന് തുടുത്തിട്ടാണുള്ളത്. അപ്പം എനിക്ക് ഓൾറെഡി ഇത് ഇച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് സഹിച്ച് പിടിച്ചിട്ടാണ് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വേദന കൂടി. ഇന്നലെ ഞാൻ മട്ടന്നൂർ പോയി കടന്നുറങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. അപ്പം അവിടെ ഉറങ്ങിയത് ഇതേപോലെ വേദനിച്ചാണ് കടന്നുറങ്ങിയത്. പക്ഷെ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നതുകൊണ്ട് ആൾക്കാർ നമ്മളെ പ്രതീക്ഷിക്കുകയും ചെയ്യും. നമ്മളൊരു വാക്ക് കൊടുത്താണ് വരും എന്നുള്ളത്. അപ്പം ആവതുണ്ടെങ്കിൽ പോകാന്നുള്ള പോലെ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത്. ഇന്ന് മട്ടന്നൂർ ഒരു 5-6 പാട്ടൊക്കെ പാടി വളരെ നല്ല ആൾക്കാർ. ഇന്നലെ പോയടുത്തും തൃശ്ശൂരും വളരെ ലവ്ലി ക്രൗഡ് ഇട്ട്. അതായത് എങ്ങനെയാ പറയുക, ഇപ്പോൾ ഉമ്മമാരൊക്കെ സ്റ്റേജിൽ വന്ന് 2-3 ഉമ്മമാരൊക്കെ വന്ന് കൈയൊക്കെ തന്നിട്ട് പറഞ്ഞു, മോനെ എൻ്റെ മക്കളെ പോലെയാണ് എന്നെ കാണൽ, ഞാൻ പോവാണ്, എനിക്ക് ബസ്സുണ്ട്, ഞാനൊരു നോക്ക് കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം സന്തോഷം സങ്കടമൊക്കെ ഒപ്പം വന്നു. കാരണം ഉമ്മമാരിങ്ങനെ സ്നേഹിക്കുന്ന ചെറിയ കാര്യമില്ല. ഇന്നത്തെ പരിപാടിക്ക് ഉമ്മമാരുണ്ടായി, കുന്നമംഗലത്ത് ഒരുപാട് ഉമ്മമാരുണ്ടായി. അപ്പോൾ എല്ലാവരും ഇത് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് തന്നെ വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എല്ലാ ഉമ്മമാരും കുട്ടികളൊക്കെ. അപ്പം അതുപോലെ തന്നെ ഒരുപാട് ഗേൾസ് പ്രോഗ്രാമിൽ നിന്ന്, ഒരുപാട് ബോയ്സ് പ്രോഗ്രാമിൽ നിന്ന്, ഒരുപാട് ഇക്കാക്കമാർ പ്രോഗ്രാമിന് വന്നിരുന്നു, കുട്ടികൾ ഒരുപാട് വന്നിരുന്നു. എല്ലാ പരിപാടിക്കും വന്നത്തെ എല്ലാവരോടും ആദ്യം തന്നെ താങ്ക്സ് ഇട്ടാ. അപ്പം ഇങ്ങനെ അസുഖം വന്നിപ്പോൾ സൈഡായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ രാത്രി 1 മണി ആവാനായി. ഞാൻ നേരെ മിർഷാദ് ഖാനെ വിളിച്ച് പറഞ്ഞു, മിർഷാദ് ഖാൻ ഞാൻ മിംസക്ക് വരികയാണ്, ഇവിടെ നിന്ന് ഞാൻ കടന്നുറങ്ങിയാൽ നാളെ രാവിലെ തന്നെ എടുക്കാനുണ്ടാവില്ല പറഞ്ഞിട്ട് ഇപ്പം വയനാട് പോയി. വയനാട്ടിൽ നിന്ന് കുന്നമംഗലം പോയി, കുന്നമംഗലത്ത് നിന്ന് വീട്ടിൽ വന്ന്, വീട്ടിൽ നിന്ന് തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ പോയി, കണ്ണൂരിൽ നിന്ന് വീട്ടിലെത്തി, വീട്ടിൽ നിന്ന് ഇനി കോഴിക്കോട്ടേക്ക് പോകട്ടെ. അതായത് എത്ര കിലോമീറ്റർ പോയി കാണും മൊത്തം നിമിഷ? സുമാർ 800 700 500 600 കിലോമീറ്റർ ഏകദേശം എനിക്ക് ടോട്ടൽ. അതായത് എല്ലാ സ്ഥലത്തേക്കും എനിക്ക് 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയി എനിക്ക് തിരിച്ചു വരും. ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ എനിക്ക് 100 ഉണ്ട്, കണ്ണൂർക്കാണെങ്കിൽ 100 സംതിങ് ഉണ്ട്, തൃശ്ശൂർക്ക് 100 സംതിങ് ഉണ്ട്, എല്ലായിടത്തും കോഴിക്കോട്ടേക്കും എനിക്ക് 10 കിലോമീറ്റർ ഉണ്ട്. അപ്പം എല്ലാ സ്ഥലത്തേക്കും ഉത്തരം ഉള്ളതുകൊണ്ട് അവിടെ പോയി റിട്ടേൺ വരാൻ എന്തായാലും ഒരു 800 കിലോമീറ്ററിൻ്റെ മേലെ ഞാൻ ഓടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിഹാൽ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ 3 ദിവസത്തെ ഓട്ടം? 3 ദിവസത്തിൻ്റെ കൂടെ പിന്നാലെ ഓടിയ ആൾ, കറണ്ട് അടിച്ചില്ലല്ലേ, ഓടിയ ആളായിരുന്നു നിഹാൽ. നെൽമ്പൂർപ്പാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ചത്ത് സൈഡായി പോയി. പക്ഷെ കാണികൾക്ക് വേണ്ടി നമ്മളെ വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ എഫേർട്ട് എടുത്തതിനുള്ള വീഡിയോസ് ഇൻഷാ അല്ലാഹ് നമ്മൾ സെറ്റ് ചെയ്യും. നിഹാൽ 2 ദിവസം കഴിഞ്ഞാൽ ധ്യാനത്തിന് വലിയൊരു യാത്രക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ആ യാത്രക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നിഹാലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാവുന്നതാണ്. നിഹാൽക്ക് സെർച്ച് ചെയ്താൽ എവിടേക്കാണ് പോണത്, എന്തിനാണ് പോണത് എന്നുള്ള ധ്യാന വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം പക്ഷേ നമ്മൾ എൻജോയ് ചെയ്തു 3 ആളുള്ളെങ്കിലും. ഇപ്പം ഞാനും സൽമാനും നിയാലാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു എപ്പോഴും കൂട്ടം കെട്ടി പോകണോണ്ട് ബോറടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ബോറടിക്കാതെ മാനേജ് ചെയ്തു. ഫുൾ അടിപൊളി. അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് വൈബിൽ പിടിച്ചു. അതായത് 4 ജില്ല നമ്മളൊരു മറ്റേ ഓൾ കേരള ടൂർ പോലെ പിടിച്ചു. കൊച്ചിയും കുറച്ച് അടിക്കുള്ള തിരുവനന്തപുരം കുറച്ച് ജില്ലകളെ ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ളൂ, കാസർഗോഡും. ബാക്കി എല്ലായിടത്തും ഏകദേശം കാസർഗോഡ് തന്നെ മോഫീസ് ഖാൻ ആക്കാൻ പോയപ്പോൾ തന്നെ കാസർഗോഡും എത്തി. മോഫീസ് ഖാൻ അടിയിൽ നിന്ന് കയറ്റിയിട്ട് അവിടെ തലക്ക് കാസർഗോഡ് ഭാഗത്താക്കി കൊടുത്തിട്ട്. അപ്പം ഏകദേശം മേലെ ഭാഗം ഫുള്ള് ഞങ്ങൾ കറങ്ങി. താഴെ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പോകാനുള്ളൂ.
അപ്പം ഉഷാറായി 4 ദിവസം ഞങ്ങൾ വീട്ടിലില്ലാത്ത സന്ദർഭം എങ്ങനെ ഉണ്ടായിരുന്നു? ഏകാന്തത. ഇത് ഞാൻ വാങ്ങി കൊടുക്കണല്ലോ, ഇത് ഞാൻ വാങ്ങി കൊടുക്കണല്ല. മോഫിസ്ക ഇന്നലെ വണ്ടിയിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരു സാധനം കഴിക്കാനുണ്ട്, ലാസ്റ്റ് പെട്ടുപോയി, ആകെ വിശന്ന് സൈഡായി പോയി. അപ്പോൾ എല്ലാവരും വിശന്നപ്പോൾ ഒരുപാട് സാധനം വാങ്ങിച്ചത് ആരും കഴിച്ചിട്ടില്ല, അതുപോലെ അവിടെ വെച്ച്. അപ്പം എൻ്റെ ബാഗിൽ എടുത്തിട്ടീനി, ഞാൻ പിന്നെ കൊടുന്നു കൊടുത്ത്. എന്താണ് പറയാനുള്ളത് ഞങ്ങളില്ലാത്ത 4-5 ദിവസം? എന്താ ഇവിടെ ഇങ്ങനെ മുച്ചിരി പൊട്ടനായിക്കുക, ഭയങ്കര ബാഡ് വൈബായി. റോയൽ എൻഫീൽഡിൽ നിന്ന് വണ്ടി ഇങ്ങനെ പോയപ്പോഴേ വണ്ടി അവിടെ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കൊണ്ടുവന്നിങ്ങനെ വെള്ളം വന്ന് ഫുൾ റൈഡായിരുന്നു സംഭവം. ഞാൻ ഓട്ടിയിട്ടൊന്നുമില്ല എന്തായാലും. അപ്പോൾ വയനാട് കൂടെ സ്റ്റീൽ ഇങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒട്ടി കളിച്ചപ്പിനോട് പറയുന്നത് വണ്ടി ഞാൻ വണ്ടി ഓട്ടണതിൻ്റെ സുഖമാണ് ഇവിടെ ഓട്ടല്ലേ. അപ്പം എന്താ ഇടയ്ക്ക് കറണ്ട് കട്ടാവണേ? ഇതിന് കണക്ഷൻ മിസ്സായ നിർത്താൻ പറ്റി. 30 രൂപ കൊടുത്താ 3 മോഡാ. ഒന്നാമത്തെ മോഡല് 30 റുപ്യല്ലേ? എത്ര രൂപ? 100 രൂപ കൊടുത്തതാണല്ലോ. എന്ത് കറണ്ട് കണക്ഷൻ പോണത്? ഇതാണ് പാട്ടങ്ങാടിയിൽ നിന്ന് വാങ്ങിട്ടോ. പാട്ടങ്ങാടിയിൽ ഇതില്ലാതെ ആരും പുറത്ത് പോകണില്ല. ഞങ്ങളിന്ന് പാട്ടങ്ങാടിന്റെ ബ്ലോക്കിൽ പെട്ട്. കോമഡി എന്താ വെച്ചാൽ പാട്ടങ്ങാടി നമ്മൾ കണ്ണൂരിൽ നിന്ന് നിലമ്പൂർക്ക് എത്താൻ ഒരു 3-4 മണിക്കൂറും 3 മണിക്കൂർ, നാദാപുരത്ത് നിന്ന് നിലമ്പൂർ എത്താൻ 3 മണിക്കൂറും, പാട്ടങ്ങാടിയിൽ നിന്ന് വരിക എത്താൻ 2.5 മണിക്കൂർ എടുത്ത്. 20 മിനിറ്റ് ഉള്ളിന്റെ വരിക. ഞാൻ 8:45 ഇബല് നിലമ്പൂർ എത്തി പറഞ്ഞാണ്. 8:30 അഫീനെ വിളിച്ചു. നിങ്ങളോട് ഞാൻ പറഞ്ഞ നിലമ്പൂരാണ്. അപ്പൊ അഫി പറഞ്ഞു അതിനൊരു ഫ്രഞ്ച് ഫ്രൈസ് എന്തെങ്കിലും വാങ്ങി വാറിനോട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ലോഡഡ് ഫ്രൈസ് വാങ്ങാൻ ചന്തക്കുന്ന് എത്തണം, ഞാൻ അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിന് വിശപ്പൊക്കെ ആറി ഇവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് കടന്നുറങ്ങാനുള്ള ലെവലിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം അഫി ഒരു 10:30 വിളിച്ചിട്ടാ, നിങ്ങൾ കറക്റ്റ് എവിടെയാ പറയുന്നോണ പറയില്ലേ നിലമ്പൂർ എത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിലമ്പൂർ പാട്ടിന്റെ ബ്ലോക്ക് കുടുങ്ങിയതാണ് എന്ന് പറഞ്ഞു. ഇത് മാർക്കോ വരും എന്ന് പറഞ്ഞു. ഇനി ഞാനിന്നിട്ട് കത്തിച്ചു വിട്ട എന്താ അറിയോ, മാർക്കോനെ ഒരു നോക്ക് കാണാനായി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നിവിംബോളിയാണ് വരുന്നുണ്ടെങ്കിൽ. മിക്കായാലും വന്നു, മാർക്കോ എന്നിട്ട് വന്നിട്ടുണ്ടല്ലോ. ചോര കൊണ്ട് ഞാൻ കുളിപ്പിക്കും, ചോര കൊണ്ട് മൂടും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. മരണത്തിന്റെ രാജാവ് സാത്താനാടാ. അല്ല മരണത്തിന്റെ സാത്താനാണ് രാജാവ്. അല്ല മരണത്തിന്റെ രാജാവ് സാത്താനാണെന്ന്. അല്ല മരണത്തിന്റെ രാജാവ് സാത്താനാണെന്ന് നിന്നോടാരാടാ പറഞ്ഞത്? ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഇവരെന്നെ ചെന്നായ്ക്കളെ പോലെ കൂട്ടം കൂടി ഇരിക്കുക. ഇനി ഇവിടെ ഞാൻ മതി. ഇപ്പൊ നീക്കൂട്ടാ മാക്രോ ഫീവർ. ഒറിജിനൽ മാർക്കോ നീക്കും. മാർക്കോ ഉണ്ടാ ഇപ്പച്ചിന്റെ പണ്ടത്തെ മാർക്കോ ഇപ്പച്ചി ആരെയും അറിയണ്ടല്ലോ. എന്റെ പാന്റ് ഇങ്ങോട്ട് ഊരി ഈ ഭാഗം ഇങ്ങോട്ട് നോക്കിയാൽ കാണും. അതിപ്പോ ഇവിടെ കാട്ടാൻ പറ്റില്ലല്ലോ കരുതിയിട്ടാണ് ഞാൻ കാട്ടാതെ. ഇവലൊക്കെ രക്ഷപ്പെട്ടിരിക്കണേ. വാപ്പാനെടുത്തുനിന്ന് അടി കിട്ടാതെ രക്ഷപ്പെട്ട ഗ്യാങ്ങാണ് ഈച്ചു അഫി ഗ്യാങ്. അതായത് അമ്മോനെ കിട്ടുന്നോ ആദ്യത്തെ മക്കൾക്ക് കിട്ടുന്ന അടിന്ന് പറഞ്ഞാല് പൂരത്തിനടി കമ്പത്തിനടി മറ്റേ പൂരത്തിനടി നേരം വെക്കിയ അടി, സ്കൂളിൽ പോയാലടി, പോവാതെന്നാലടി, മഗ്‌രിബ് തെറ്റിയാലടി, നോമ്പ് മുറിഞ്ഞാലടി, അടിയോടടി ഒക്കെ കരഞ്ഞ് ഇവൻ എന്തെങ്കിലും ഉണ്ടാക്കി എന്തേലും ചിലപ്പോ അങ്ങനെ പോയപ്പോഴേ ഞാൻ ഇവൻ എന്തേലും എന്നെ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു കാണും. അപ്പൊ ഞാൻ പോടെ ചങ്ങായറത്തോ അപ്പൊ ഇവൻ കരയും. അപ്പോൾ ഇവൻ കരഞ്ഞതിന് ഇവൻ കുറച്ച് ഉണ്ടാക്കി കുറച്ച് ആക്ടിങ് നല്ല സ്കില്ലുള്ള ആളായതുകൊണ്ട് ചെറുപ്പത്തിൽ എന്ത് ചെയ്തു അങ്ങനെ ഓന് പറ്റുന്ന പോലെ എനിക്ക് നല്ല അടി വാങ്ങി തന്നിട്ടുണ്ട്. താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്നാണ് അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. നേരെ ഇപ്പോൾ വീട്ടിലെത്തി. പാവം അമ്മച്ചി എനിക്ക് ആശുപത്രിയിൽ പോകാനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി തന്നു. ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ ആശുപത്രിയിൽ എനിക്കിതിൻ്റെ ജോഡി ഉണ്ട്. അപ്പം ഈ ജോഡി ഇട്ടുകൊണ്ട് ആശുപത്രിയിൽ പോയാലോ എന്ന് പറഞ്ഞ് ഇതിന്റെ ജോഡി ആട്ടോ. ഇത് ഇട്ടാൽ നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. പക്ഷെങ്കിൽ പത്രാസ് കൂടിപ്പോയി കണ്ട് ഡോക്ടർമാർ ഇനി നോക്കൂല എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ കുപ്പായിട്ട് പോകണം കേട്ടോ. അപ്പം ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാ വേണ്ട വരണ്ട, നാളെ തിങ്കളാഴ്ച പോരും. വേണ്ട ഹോസ്പിറ്റലിലേക്ക് വേണ്ട കേട്ടോ. വേണ്ട ഞാൻ എങ്ങനെങ്കിലും എന്തേലും പറ്റി അങ്ങോട്ട് എടുത്ത് കൊടുന്നാ വേണ്ട. ടേക്ക് കെയറിംഗ് കമ്മിറ്റിയാണ്. ടേക്ക് കെയറിംഗ് കമ്മിറ്റിയാണ്. എൻ്റെ ടേക്ക് കെയറിംഗ് കമ്മിറ്റിയാണ്. അതായത് വർക്കിംഗ് ഡേയ്സിൽ
വർക്കിംഗ് ഡേയ്സിൽ സ്കൂളിൽ പോകാന്നല്ലാതെ എന്ത് പരിപാടി കൊടുത്താലും കൺസ്ട്രക്ഷന് അതേപോലെ മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാർക്കപ്പണി, ഇഷ്ടിക പണി, കല്ല് പണി, മണൽ കോരല്, തേപ്പ്, എന്ത് പണി വർക്കിംഗ് ഡേയിൽ കൊടുത്താലും എൻ്റെ കുട്ടി എടുക്കൂട്ടാ. സ്കൂളുണ്ടോ ആ ദിവസം അത് ഒഴിവാക്കി എന്തൊക്കെ എൻ്റെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഒരു പേരൻ്റ് പ്ലാൻ വരക്കാൻ പറഞ്ഞാൽ വരെ ഇരുന്ന് ചിലപ്പോൾ ചിന്തിച്ച് വരക്കുമെന്ന് സ്കൂളിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുറേയൊക്കെ ഇതായിട്ടാ. ഇതെന്താ പറ്റിയാലോ കഴിഞ്ഞ പ്രാവശ്യം ലിഗമെൻറ്റിന് സീൻ വന്ന ടൈമിൽ കറക്റ്റ് എന്ത് ചെയ്ത് ഇവിടെ വന്നൊരു 8 കാലി അടിച്ച് ഇവിടെ, അതായത് ലിഗമെൻറ്റിന് സീനായി അവിടെ 8 കാലി അടിച്ചുകൊണ്ട് ഇവിടെ ഫുള്ള് സീനായി, ഇൻഫെക്ഷൻ വന്നിട്ട് സീനായി. ഇപ്രാവശ്യം ഇവിടെ പുറം പോയി, പുറം നെക്കും പോയി, കറക്റ്റ് ഇവിടെ വന്ന് എന്തോ കടിച്ച് ചുമന്ന് ഇതിൽ ഫുള്ള് തൊടുത്ത്. എന്താ ജന്തുക്കൾക്ക് എന്തിനാണ് ഈ വേദന പ്രേമം? വേദനിക്കണോടത്ത് പ്രേമിക്കാൻ വേദനിക്കണോടത്ത് പ്രേമിക്കാൻ ഇനി ജന്തുക്കളോട് വരരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. 8 കാലിയും കുട്ടുകാലിയൊക്കെ വ്ളോഗ് കാണണ്ടേ, ഒന്ന് ശ്രദ്ധിക്കുക, ഇനി ഇന്നെ നോവിക്കരുത്. അപ്പം ഇന്നും ഞാൻ ഡോക്ടറെ കാണിച്ചു ഇതാ ഇവിടെ ഉണ്ടാവും ഫുള്ള് ചുവന്നടക്കണം. ഇപ്പോൾ കുറച്ച് ചുവന്നടക്കല്ലേ, അപ്പോൾ പുറം ഫുള്ള് അങ്ങനെ ആയിട്ടാ. അപ്പം ഇൻഫെക്ഷൻ വന്നിട്ട് ആകെ സൈഡായി. എന്തായാലും 8 കാലി കടിച്ചതാവാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഇഴജന്തുക്കൾ എഴിഞ്ഞ് പോയ ഞാനല്ലേ ഡോക്ടർ കോമഡി ഉണ്ടായി ഹോസ്പിറ്റലിനെ ഡോക്ടറിനെ 8 കാലി കടിച്ചതാവാൻ സാധ്യത ഉണ്ടാകും. അതിൽ ഞാൻ ഇങ്ങനെ അടിട്ടാ ഡോക്ടറിന്റെ ഒരു നോട്ടടാ, ഈ തന്ത ചെങ്ങായൊക്കെ താടി വെച്ചിട്ട് ഇത്ര താടി വെച്ച് 14 വയസ്സായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് 8 കാലി കടിച്ചപ്പോൾ വല പോകണ്ടോ നോക്കിയാലോ പറഞ്ഞു ഡോക്ടർ. നോട്ടം കാര്യപുത്ത. അപ്പോൾ ഇങ്ങനെ കാട്ടി ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ കാട്ടി നോക്കിട്ടാ, പക്ഷെ പോണില്ല സ്പൈഡർമാൻ. അപ്പം എന്തായാലും റെഡി ആയ മുത്തേ. അപ്പോൾ ഇവിടെ മറ്റൊരു യാത്രക്ക് നിഹാലൊരു യാത്ര പോവാണ്, സൽമാൻ ഒരു യാത്ര. ഇവലൊക്കെ ബേസിക്കലി യാത്രക്കാരാണ് കേട്ടാ. എല്ലാ സ്ഥലങ്ങളിലും യാത്ര പോകലാണ് ഇവലെ പണി. സൽമാൻ എവിടേക്കാ പോണത്? ഡൽഹി അല്ല, വേറെ സ്ഥലത്തേക്കാണ് പോണത് കേട്ടാ. ഇന്റർനാഷണൽ വിദേശ യാത്രക്കാണ് സൽമാൻ പോണത്. ഇതോ അപ്പൊ സൽമാൻ ഒരു ബാഗ് കൊടുത്തിട്ടുണ്ടാ? ഈ പട്ടി എടുക്കണുള്ളൂ. അപ്പൊ എത്ര ദിവസം പോണേ? 2 ദിവസോ? 10 ദിവസം? 10 ദിവസത്തിന് ഈ പറ്റിയാ? അപ്പൊ ഇതിൽ മറ്റേ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ? ബാക്കി പടക്കത്തിലിട്ട് കൊണ്ടോണ്ടാ എയർപോർട്ടിൽ നിന്ന് പൊക്കും അവിടുന്ന്. അപ്പൊ സൽമാനെ കേട്ടാ പോണെന്നൊക്കെ സൽമാന്റെ ചാനലിൽ ഉണ്ടാവൂലേ യൂട്യൂബില്? അപ്പൊ സൽമാന്റെ ചാനലില്, പടക്കം ചാനലില് വരുന്നതാണ് അതിന്റെ കൂടുതലുള്ള ഡീറ്റെയിൽസുകൾ. അതിലൊക്കെ ഉപരി ഇന്ന് ഇവിടെ ഒരു സ്റ്റൈൽ രാജ് ഇവിടെ ഇങ്ങോട്ട് വാ സ്റ്റൈൽ രാജ് വന്നിട്ടുണ്ടാ. പിടി നിഹാൽ പിടി. അപ്പൊ സ്റ്റൈൽ രാജിനെ ഞാൻ ജസ്റ്റ് കാണിച്ചാലോ, വരൂ. Un día comido me toma se mandigido, un se me somido me toma el divito, divita ma soma divitani, tatinida, soma me samido mi choma, adimido, tum 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 chum cha dum cha cha dum cha dum cha dum cha dum cha cha dum cha dum cha cha dum cha dum cha cha bro sini kedua kan pernah kali ini anak kali hai hai dum cha cha dum cha dum cha cha dum cha dum cha cha dum cha cha ജിംഷാ ഒന്ന് മുടിയിട്ടിട്ട് ഇങ്ങനെ ആയതിട്ടാ. ഇതാ സ്റ്റൈൽ രാജായിട്ടാ, സ്ട്രൈറ്റ് മാറ്റിയാണ്ട് ബ്രസീലിയൻ ബോയ് കട്ടാക്കിട്ടാ. സൈഡൊക്കെ എടുത്തിട്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല, ലുക്ക് ഒന്നുകൂടി കൂടി. അപ്പൊ ജിമ്മി ലുക്ക് കൂടിക്കണേ എല്ലാവരും കമന്റ് ചെയ്യട്ടോ. ജിമ്മി ലുക്ക് ഹൈക്കായി ഇതാണ് ഒറിജിനൽ മുടി. ഇതാണ് ജിമ്മിന്റെ ജന്മനുള്ള മുടിട്ടാ. മറ്റേത് എന്താണ് കൃത്രിമമാക്കപ്പെട്ട കൃത്രിമം ചെയ്ത മുടിയാണ്. അപ്പൊ ഇതാണ് ജിമ്മിന്റെ ഒറിജിനൽ സ്റ്റൈൽ. ഒറിജിനൽ സ്റ്റൈൽ തന്നെ ജിമ്മി സുന്ദരനാണ്. അപ്പൊ ജിമ്മി ഫാൻസിന്റെ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇയാൾക്ക് മുടി ഇട്ടുണ്ടാ? ഇല്ല. അപ്പം ജിമ്മി ഞാൻ ഹോസ്പിറ്റലിലേക്കല്ലേ? അപ്പൊ ഞങ്ങള് തമാശകൾക്ക് വിട പറഞ്ഞോണ്ട് ഒന്ന് പറഞ്ഞോളാ. അധിക ദിവസം ഒന്നും എടുക്കൂല വിചാരിക്കണേ. എന്തായാലും ഞാൻ മിർഷാക്കാനെ വിളിച്ച് പറഞ്ഞു ഇപ്പം എത്തും എന്ന് ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. അപ്പം നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. എൻ്റെ ബാലിക്കുള്ള ബാഗ് കൊണ്ട് ഞാൻ എന്തിനാ ആസ്പത്രിയിൽ? ബാ അഫി ബാ സൽമാൻ വരും. നിഹാലെ ക്ലിപ്പ് എടുത്തിട്ട് പറയാ. ഉമ്മച്ചിയെ തട്ടെടുക്കണോ? വേട്ടാളി പോരും വ്ളോഗ്.
വ്ളോഗ് ഇപ്പോൾ ക്യാമറ കൊണ്ടല്ലേ അങ്ങോട്ട് അടിച്ചോ ഇതൊക്കെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് എല്ലാവരും നോക്കിട്ടാ. ഈ കമ്പ്യൂട്ടർ തുറന്നാൽ തന്നെ ഒരുപാട് കാണാനാവും. പോട്ടെ പോയി തരാം. എന്റെ കെട്ടിങ് അടക്കിയൊക്കെ ഇവിടെ ഇതാ ആശുപത്രി ബാഗ്. കോട്ടൺ നമുക്ക് ദിവസം അഥവാ എന്നും പോകുമ്പോ 1-2 ദിവസങ്ങൾക്ക് മടങ്ങാനുള്ള ആവത് നമുക്ക് കിട്ടില്ല. ഒരുങ്ങി പോവാ, എന്തിനും ഏതിനും റെഡി ആയിട്ട് പോവാ. എടുത്തോ. ഇജ്ജ് വേണേ റിട്ടേൺ അടിച്ചോണ്ടി. നാളെ റിട്ടേൺ അടിക്കേണ്ടി വരും എന്തായാലും. ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഷർട്ടൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇത് പോയാ ഏറ്റവും ചാവി എടുത്താ. എയിലും പോവാ. ഡ്രസ് എടുക്കണ്ട, മണി വേറെ എടുക്കാം. എനിക്ക് എടുക്കാം. ഞാൻ ഒറ്റ നിർത്തിട്ടുള്ളൂ, ഒറ്റ ഷർട്ട്. ഒന്നും വേണ്ട, ഇത് രാവിലെ തന്നെ പോരും ഇൻഷാല്ലാ. ഇത് ആ മരുന്നടിക്കേണ്ട ഒരു സീൻ ഉണ്ടാവുള്ളൂ. ഒന്നും പറയാൻ പറ്റൂല. പോയിരാ. അഫിണ്ടോ? വിളിക്കും. ഉറങ്ങിക്കോളി. പാവന്നെ ഇതുവരെ കാത്തുന്നിട്ടാ. അസുഖം പിടിച്ചു വരാനാണ് ഇപ്പൊ ഇതുവരെ കാത്തുന്നു. ഇല്ല, അവനെ വിളിക്കല്ല. എങ്ങോട്ട്? കാറുത്തി ഇതാവണ്ട, ക്യാമറയും കൊണ്ട് പോയി കണ്ട്. ആ പെട്രോളൊക്കെ അടിച്ചോണ്ട്. ഇതാരാ ഇത് കേൾക്കുക? ഇല്ലല്ലേ, തോന്നിയതാ. 2 ഫോണോ? ഒരു ഫോൺ ഇപ്പൊ എടുക്കും. അഫിയ, എന്റെ മൈക്കിന്റെ ബോക്സ് മേലെയാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒന്ന് എടുത്തോണം തരുമോ? ഇവിടെ ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനും ജിമ്മിയും ആശുപത്രിയിലേക്ക് പോകാൻ ഒരു ഫോൺ കൂടി ഉണ്ട്, എടുക്കുകയാണ്. ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. വ്ളോഗ് എടുക്കാൻ പറ്റിയ നേരം നന്ന ചൂടാവുക. ക്ലോക്കൊക്കെ തെറ്റിയാണല്ലോ ഓടണേ. ഇതെന്താ ഇതില് 10 മണി? ഇതിനെന്താ 10 മണി? 10 മണിയല്ല. എന്റെ ഫോൺ കണ്ടില്ല. പന്ത്രണ്ട് 22 നോട്ടെ. 12:22 നമ്മൾ പോവുകയാണ്. അപ്പം ഇൻഷാല്ലാ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്, എന്താണ് നമുക്കവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിനൊക്കെ. നമുക്ക് അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെ പുതുതായിട്ടുള്ള എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് പോയിട്ട് കണ്ടറിയാം. ഓക്കെ, ബൈ. സീ യു ബ്രദർ. കാട്ടി അത് വെറുതെ വരണ ഓണാക്കി ഇടുമ്പോ അങ്ങനെ വരലുണ്ട്. നോക്കി നോക്കാം, സീനില്ല. പോയി വരാം. ബൈ ബ്രദർ. ബൈ മുത്തേ. സീ യു. ഓക്കെ, നാളെ തന്നെ വരും ഇൻഷാല്ലാ. ഇന്ന് ബ്രസീലിന്റെ ഹൗസ് റിട്ട് എടുക്കണം. പോയരാ. ബൈ. വിവരം വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നതാണ്. അല്ല, വാട്സപ്പിലായിരിക്കും. എല്ലാരും പറയും. അയ്യാൻ ഡോക്യുമെന്റ് എടുപ്പിച്ചോണ്ട്. ബൈ അഫി. സ്കൂൾ പോയി കേട്ടോ. അഫി പറഞ്ഞോ? അപ്പൊ ഞങ്ങളിതാ വീട് വിട്ടിറങ്ങി. ഇമ്മച്ചിക്ക് ചെല്ലാൻ അറിഞ്ഞോ? എത്ര റുപ്യക്ക്? ഇമ്മച്ചി ഇപ്പച്ചിയല്ലേ? കപ്പിളായി പോന്നപ്പം ഇമ്മച്ചി സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വലിച്ചിടുകയാണ്. അവിടെ അടിഞ്ഞിക്കണ്. അവിടെ അടിഞ്ഞിക്കണ ഒരു ചെല്ലാന്. കുഴപ്പമില്ല.
ഓക്കെന്നാ നോ പ്രോബ്ലമോ. ബൈ ബൈ. ഇമ്മ പോയേരട്ടെ. അസ്സലാമലൈക്കും. പടക്കം പ്രതീക്ഷയായിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു. ഒരു പൂരം കഴിഞ്ഞ് പടക്കത്തിന്റെ സ്മെല്ലൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ പടക്കം തന്റെ മുഖത്ത് കാണിക്കുന്നു. പോവല്ലേ? ചാർജറിന്റെ അടുത്തുണ്ട് സി ടൈപ്പ്. പോവാ. Let's go. മീൻസ് കഥകളൊക്കെ പറഞ്ഞു. ഗ്രാഫ് നിന്ന് എങ്ങനെയുണ്ട്? എടുത്തോ. സാധനങ്ങൾ ആദ്യം വിളിക്കുന്ന അതിന്റെ നേരാണല്ലോ. ഇതെന്തല്ലാത്ത ഗ്രാഫില്ല, മൊത്തം താവല്ലോ. നേരെ പോണത്. അപ്പം 2 മരുന്ന് അടിച്ചിരിക്കണം. ഇപ്പൊ എനിക്ക് അതില് അവല് പറഞ്ഞൊരു മരുന്നുണ്ടല്ലോ, അലർജിക്കുള്ള അവല്. ചായ കുടിച്ചാൽ പറ്റൂലേ? ഞങ്ങള് കുടിച്ചേരാ. ഇപ്പൊ അവലടിച്ചിരിക്കാണ്. റെഡി ആയിട്ട് കാണാം. ഇപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറയാം. കട്ടാവുന്നുണ്ടോ? കട്ടാവുന്നില്ല. നമ്മള് 3 ആൾ ഇവിടെ ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനവിടെ ട്രിപ്പ് ഇട്ട് കിടക്കാണ്. ഭയങ്കര സങ്കടത്തിലാണ്. ബോസില്ലാത്ത സങ്കടത്തിലാണ്. ശരിയുണ്ട്. ഞാനുണ്ട്. അതെ, സങ്കടത്തിന് ആവൊക്കെ പുള്ളി. എന്തായാലും അവൻ്റെ എത്തിയിട്ട് കാണാം. ജോക്കാണെങ്കിൽ നമുക്ക് പോവാന്ന് പറഞ്ഞു. ലൈറ്റിട് ആ രണ്ടാമത്തെ സ്വിച്ച് മാറിയിട്ടല്ല. അതല്ല അത് പോയിക്കണേ. ആ പൊള്ളക്കലൊക്കെ പോയിപ്പോ. ജോക്കാണെങ്കിൽ പോവാം. വണ്ടി കടന്നുറങ്ങാം. ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോലെ. നീച്ചല്ലേ പോവാന്നല്ലേ? പരിപാടി സുഖമായി. ഇത് സപ്പോർട്ടിങ് ആണ് പറഞ്ഞത്. ആവശ്യമില്ല. ഇത് നാളെ പോയാലോ? ഇന്ന് ഇവിടെ റൂം എടുത്ത് കിടന്നിട്ടില്ലേ? ഇവിടെ തന്നെ നടന്നാലോ? എന്താ സുഖം ഉണ്ടായി ബെഡ്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാ നീച്ച് പെരി പോവാൻ പറഞ്ഞേ. നമ്മ നീച്ച് പോവാ. ആ നീക്ക് എനിക്ക് ഓക്കെ മുമ്പ് ചോദിച്ചു തരാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയി. ഞാനും ജിമ്മിയും ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് ട്രിപ്പൊക്കെ ഇട്ട് മരുന്നൊക്കെ കിട്ടി സെറ്റായി വീട്ടിൽ പോവാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ചെന്ന് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. 3-4 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ടൈം പുലർച്ചെ 4:30 മണിട്ടാ. ഞങ്ങള് ബർഷാക്കാന്റെ റൂമിൽ നിന്നിട്ട് പിന്നെ പോവാൻ വിചാരിച്ചിന്. പക്ഷെ പിന്നെ രാവിലെ പോണേക്കാട്ടും നല്ലത് ഇപ്പൊ പോയ 1 മണിക്കൂറിന്റെ വീട്ടിലെത്തും. രാവിലെ 2-2.5 മണിക്കൂർ എടുക്കും.
അതില് അങ്ങനെ പോവാൻ വിചാരിച്ചു. അപ്പൊ നമ്മൾ പോവുകയാണ്. അപ്പം ഈ വ്ളോഗിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ വ്ളോഗ് അവസാനം നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഞാനിപ്പോ എന്നോട് ചോദിച്ചിട്ട് വീഡിയോ കാണുമ്പോഴാണ് ഓരോന്ന് ഞാൻ അറിയണത്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ കട്ടായി, എന്തോ അവര് കുത്തി കയറ്റിയപ്പോ തന്നെ ഫുള്ള് കട്ടായി. ബാക്കി ജിംഷാ എടുത്തതാണ് അതിലുള്ളത്. അപ്പം അൽഹംദുലില്ലാ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും വേഗം ഷിഫയാവാൻ പ്രാർത്ഥിക്കുക. അപ്പോഴേ നമുക്ക് കൂടുതൽ വ്ളോഗ്സുമായി വരാൻ കഴിയുള്ളൂ. എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അസുഖമൊന്നും വരാതെ ഇനിയും നിങ്ങളെയും എല്ലാവരെയും പറിച്ചൊക്കെ ആക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ആമീൻ ആമീൻ പറയും. അപ്പം മറ്റൊരു വ്ളോഗിൽ കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.